നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർസ് ആണ്. ഫെബ്രുവരി 2025 കറണ്ട് അഫെയർസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. നോക്കിയോളൂ, കേരള PSCയിൽ ചോദിക്കാൻ പോകുന്നതാണിത്. നമ്മുടെ GK സീരീസിൻ്റെ ഭാഗമാണ്. ഏത് രോഗത്തെയാണ് അടയാളപ്പെടുത്താൻ 2025 ജനുവരി 30 ഇന്ത്യ ഗേറ്റ് പ്രകാശിപ്പിച്ചത്? ഏത് രോഗത്തെയാണ് അടയാളപ്പെടുത്താൻ 2025 ജനുവരി 30 കേട്ടോ, 2025 ജനുവരി 30 ഇന്ത്യ ഗേറ്റ് പ്രകാശിപ്പിച്ചത് ലോകം അവഗണിക്കപ്പെടുന്ന ഉഷ്ണമേഖലാ രോഗങ്ങളാണ്. അതിനെ അടയാളപ്പെടുത്താനാണ് 2025 ജനുവരി 30 ഇന്ത്യ ഗേറ്റ് പ്രകാശിപ്പിച്ചത്. ഇന്ത്യ ഗേറ്റിൽ ഒരു പ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ്? ലോകം അവഗണിക്കപ്പെടുന്ന ഉഷ്ണമേഖലാ രോഗങ്ങളെ കുറിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. മാരക രോഗികളായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് 2025 ജനുവരി 31 സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ച വിധി നടപ്പിലാക്കാൻ ഏത് സംസ്ഥാനമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? കർണാടകയാണ്. മാരക രോഗികളായ രോഗികൾക്ക് അന്തസ്സോടെ മരിക്കാൻ അനുവദിച്ചുകൊണ്ട് 2025 ജനുവരി 31 സുപ്രീം കോടതി പുറപ്പെടുവിപ്പിച്ച വിധി നടപ്പിലാക്കാൻ ഏത് സംസ്ഥാനമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്? അതായത് അന്തസ്സോടെ മരിക്കാൻ വേണ്ടിയിട്ടില്ലേ, മാരക ഇപ്പോൾ വ്രണങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് മരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അന്തസ്സോടെ മരിക്കാം. മേഴ്സി കില്ലിംഗ് എന്നൊക്കെ പറയില്ല, ദയാവധം. അതുപോലെയാണ് നമ്മുടെ കർണാടക. 2024 മുതൽ 2025 സാമ്പത്തിക സർവേ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 6.3 മുതൽ 6.8% വരെയാണ്. 6.3 മുതൽ 6.8% വരെയാണ് 2026 പ്രതീക്ഷിക്കുന്നത്. ഏത്? 2024-25 സാമ്പത്തിക സർവേ പ്രകാരം 2026 ഇനി വരാൻ പോകുന്ന വർഷം പ്രതീക്ഷിക്കുന്നത് 6.3 മുതൽ 6.8% വരെയാണ്. സാധാരണ ടേബിൾ ഉപ്പിനു പകരം ഏതു തരം ഉപ്പ് ഉപയോഗിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന 2025 ജനുവരി 26 ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചു. പൊട്ടാഷ്യം സമ്പുഷ്ടമാക്കിയ കുറഞ്ഞ സോഡിയം ഉപ്പ്. അപ്പം നമ്മൾ സോഡിയത്തിന്റെ അളവ് എന്ത് ചെയ്യണം? അതായത് പൊട്ടാഷ്യം കൂടുതലും സോഡിയം കുറയ്ക്കും വേണം. അതാണ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമെന്ന് ഏതാണ് പറഞ്ഞത്? അതായത് ലോകാരോഗ്യ സംഘടനയാണ് കേട്ടോ. 2025 ജനുവരി 26 പറഞ്ഞത്. 25 ജനുവരി 26 പറഞ്ഞത്. പൊട്ടാഷ്യം സമ്പുഷ്ടമാക്കിയ കുറഞ്ഞ സോഡിയം ഉപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിരമിച്ച ജഡ്ജിമാരെ സ്ഥാനമേൽക്കാൻ പ്രേരിപ്പിക്കാൻ അവകാശമുണ്ട്? ആർട്ടിക്കിൾ 224A പ്രകാരമാണ്. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിരമിച്ച ജഡ്ജിമാരെ സ്ഥാനമേൽക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവകാശം 224A ആണ്. 2023-24 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള BCIയുടെ പോളി ഉംറിഗർ അവാർഡിന് പുരുഷ വിഭാഗത്തിൽ ആരെയാണ് തെരഞ്ഞെടുത്തത്? 2023-24 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റർക്കുള്ള BCIയുടെ പോളി ഉംറിഗർ ആണ് കേട്ടോ അവാർഡിന് പുരുഷ വിഭാഗത്തിൽ ആരെയാണ് തെരഞ്ഞെടുത്തത്? ജസ്പ്രീത് ബുംറ. അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 ജനുവരിയിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി മിലോസ് വുസെവിക്. അതായത് അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് 2025 ജനുവരിയിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രിയാണ് ആര്? മിലോസ് വുസെവിക്. അത് അഴിമതിയാണ് കേട്ടോ. മിലോസ് വുസെവിക് സെർബിയൻ ആണ് കേട്ടോ. സെർബിയൻ പ്രധാനമന്ത്രിയാണ്, ശ്രദ്ധിക്കണം. മിലോസ് പ്രധാനമന്ത്രിയാണ്. അഴിമതിയാണ് കേട്ടോ വിരുദ്ധം. 2022-25 കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഓസ്ട്രേലിയയാണ്. 2022 മുതൽ 2025 ആ കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഓസ്ട്രേലിയ.
നെയ്മറുമായി കരാർ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബാണ് സാന്റോസ്. നെയ്മറുമായിട്ട് കരാർ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബാണ് സാന്റോസ്. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ ഇമ്പോർട്ടന്റ് ആണ്, ഈസ്റ്റ് ആണ്. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസിലാണ്, 17 മിനിറ്റ് ആണ്. ശ്രദ്ധിച്ചോളൂ, ഈസ്റ്റ്. അടുത്തത് ഒഡീഷയിലെ ദറിംഗ് ബാഡി ബ്ലോക്കിൽ, ബാഡി ബ്ലോക്കിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളിൽ 58% ജോലി ചെയ്യുന്ന സംസ്ഥാനം കേരളത്താണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒഡീഷയിലെ ദറിംഗ് ബാഡി പറഞ്ഞ ഒരു ബ്ലോക്ക് ഉണ്ട്. അവിടെ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളിലെ 58% ജോലി ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖല വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അപ്പോൾ നമ്മുടെ ഈ വിഴിഞ്ഞം ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിലാണ് കേട്ടോ. പ്രസ്താവനയിൽ ഉണ്ടാവും വിഴിഞ്ഞത്തിന്റെ ക്വസ്റ്റ്യൻ മസ്റ്റാണ് ഇനി മുതൽ. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖല വികസനം വരുന്ന കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം. ഗുജറാത്തിലെ മുദ്ര, കേരളത്തിലെ വിഴിഞ്ഞം. നോക്കിക്കോളൂ, ഇന്ത്യൻ റെനൈസൻസ് ദി മോദി ഡെക്കഡേ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് അമിത്ഷായാണ് ട്ടാ. ഇന്ത്യൻ റെനൈസൻസ് ദ മോദിന്റെ ആളാരാണ്? അമിത്ഷാ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി ട്ടാ. മോദിന്റെ ആളാണ് അമിത്ഷാ. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ, മോദിയും അമിത്ഷയും ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ. അപ്പൊ എന്താണ്? ഇന്ത്യൻ റെനൈസൻസ് ദി മോദി ഡെക്കഡേ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് അമിത്ഷായാണ്. മോഡി, അമിത്ഷാ. മോഡി, ഇത് നമ്മൾ മോഡിയൊക്കെ എങ്ങനെ ഇത് ആലോചിച്ച് വെച്ചാൽ മതി. ഭയങ്കര മോഡി ആയിട്ടല്ല നമ്മൾ ഷോയ്ക്കൊക്കെ പോവാ. അപ്പോ മോഡി, അമിത്ഷാ. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സജൻ പ്രകാശ് ആണ്. 38ാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇപ്പോൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സജൻ പ്രകാശ് ആണ്. 38ാം ദേശീയ ഗെയിംസില് കേരളത്തിനായിട്ട് ആദ്യ മെഡൽ നേടിയത് സജൻ പ്രകാശ് ആണ്. സജൻ എന്ന് പറയുമ്പോൾ 3 അക്ഷരം ഇല്ലേ, അങ്ങനെ ആലോചിക്കാം. അപ്പൊ 38, 3നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 8, 38. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് PS സുഫ്ന ജാസ്മിൻ ആണ്. അതായത് 38ാം ദേശീയ ഗെയിംസില് കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സ്വർണ്ണമല്ല, വെറും മെഡൽ നേടിയാണെങ്കിൽ സജനാണ്. സജൻ മെഡൽ. എന്നാ സ്വർണം നേടിയത് ചോദിച്ചു കഴിഞ്ഞാല് PS സുഫ്ന ജാസ്മിൻ ആട്ടോ. ജാസ്മിന് മെഡല്, സ്വർണ്ണ മെഡൽ ജാസ്മിൻ. മുല്ലപ്പൂവിനൊക്കെ എന്താണ് സ്വർണത്തിന്റെ വില നമ്മൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ നമ്മള് എന്താണ്, സ്വർണ്ണ മെഡല് ജാസ്മിന്, മെഡല് സജനാണ്. സജൻ മെഡല്. അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് ആണ്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? സ്റ്റീവ് സ്മിത്ത്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ശില്പക കലാകാരി ലതിക കാട്ടാണ്. കലാകാരിയുടെ നമ്മളെ കുമുദിനി ചോദിച്ചിട്ടുണ്ടല്ലോ, കുമുദിനി രജനീകാന്ത്, ആ കുമുദിനി നർത്തകിയാണ് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ വരാൻ സാധ്യതയുള്ളതാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ശില്പ കലാകാരിയാണ് ലതിക കാട്ട്. നമ്മൾ ശില്പത്തിനെയൊക്കെ എന്ത് ചെയ്യും, കാട്ടാൻ വേണ്ടില്ലേ, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടില്ലേ, കാട്ടുക. അത് ലതിക കാട്ട് കേട്ടോ. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ച പോർട്ടലാണ് ഇസ്പോർട്ട്. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ച പോർട്ടലാണ് ഇസ്പോർട്ട്. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി സെബി ആരംഭിച്ച പോർട്ടലാണ് ഇസ്പോർട്ട്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം UAE. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? UAE ആണ് കേട്ടോ. ഇയർ ഓഫ് കമ്മ്യൂണിറ്റി UAE. അടുത്തത് ഓങ്കോസെർസിയസിസ് രോഗവിമുക്തമായ ആദ്യ ആഫ്രിക്കൻ രാജ്യം നൈജർ ആണ് കേട്ടോ. ഓങ്കോസെർസിയസിസ് രോഗം
നെയ്ജർ ആണ്. നെയ്ജർ ആണ്. പ്രഥമ ബാലഭാസ്കർ പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസ് ആണ്. ബാലഭാസ്കർ ശ്രീനിവാസ്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 2025 ICC Under-19 വനിതാ T20 ലോകകപ്പ് നേടിയ ടീം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ. വനിതയുടെയൊക്കെ ആണെങ്കിൽ എന്താണ് വരിക? അതായത് 19 വയസ്സിന് താഴെയുള്ളതാണ് അല്ലേ. അപ്പൊ അതിലേതാണ്? ഇന്ത്യ. ചരിത്രപരമായി ആദ്യമായി 2025 ഫെബ്രുവരി 12 രാഷ്ട്രപതി ഭവൻ ആർക്കാണ് ആദ്യ വിവാഹ ചടങ്ങ് നടത്താൻ ഒരുങ്ങുന്നത്? പൂനം ഗുപ്ത, ഓഫീസർ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFിലെ ആണ് പൂനം ഗുപ്ത. അവർക്ക് വേണ്ടിയിട്ടാണ് 2025 ഫെബ്രുവരി 12 രാഷ്ട്രപതി ഭവൻ വിവാഹ ചടങ്ങ് നടത്താൻ ഒരുങ്ങുന്നത് കേട്ടോ. രാഷ്ട്രപതി ഭവനിലാണ് കേട്ടോ. പൂനം ഗുപ്തന്റെയാണ്. CRPF ആണ് കേട്ടോ. CRPF പൂനം ഗുപ്ത CRPF ഫെബ്രുവരി 12. കൊല്ലത്ത് നടന്ന 2025 ഏഷ്യൻ വാട്ടർ ബോർഡ് സെൻസസിൽ 81 ഇനങ്ങളിൽ നിന്നുള്ള എത്ര പക്ഷികളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? 11,525 പക്ഷികൾ കേട്ടോ. കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്ത് 11,525. 2025 ഫെബ്രുവരി 1 BCCIയുടെ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. 2025 ഫെബ്രുവരി 1 BCCIയുടെ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. 2025 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം എത്രയായിരുന്നു? 1 മണിക്കൂറും 14 മിനിറ്റും ആയിരുന്നു കേട്ടാ. നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ സമയം എത്രയാണ്? 1 മണിക്കൂറും 14 മിനിറ്റുമാണ് കേട്ടാ. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതാരാണ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സുനിത വില്യംസ്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇംഗ്ലീഷ് ഗായികയും നടിയുമായ വ്യക്തിയാണ് മരിയൻ ഫെയ്ത്ത്ഫുൾ കേട്ടോ. മരിയൻ ഫെയ്ത്ത്ഫുൾ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമ്മാതാവും അവകാശ സമാധാന പ്രവർത്തകനുമായ വ്യക്തി തപൻ കുമാർ ബോസ് ആണ്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമയുടെ ഭാഗമായി 2025 പോയിന്റ് നെമോ ക്രോസ് ചെയ്ത വനിതാ ലഫ്റ്റനന്റ് കമാൻഡർമാർ കെ ദിൽന രൂപ. 2025 ടാറ്റ സ്റ്റീൽ ചെസ് വിജയ് ആരാണ്? ആർ പ്രാജ്ഞാനന്ദ. ടാറ്റ സ്റ്റീൽ ചെസ് ആണ് കേട്ടോ. ടാറ്റ സ്റ്റീൽ ചെസ് ആണ്. ടാറ്റ സ്റ്റീൽ ചെസ് വിജയ് ആണ്. 2025 ആർ പ്രാജ്ഞാനന്ദ. 2025 ഗ്രാമി അവാർഡ് നേടിയ ഇന്ത്യൻ വംശജയുടെ പേരാണ് ചന്ദ്രിക ടണ്ടൻ. ഗ്രാമി അവാർഡാണ് ടണ്ടൻ. നമ്മള് ചെണ്ടയൊക്കെ കൊടുക്കുന്ന ഗ്രാമത്തിലല്ലേ, അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ചന്ദ്രിക അങ്ങനെ. 2025 ബജറ്റിൽ മാലിദ്വീപിന് ഫണ്ട് അനുവദിച്ചതിലെ വളർച്ചാ ശതമാനം എത്രയായിരുന്നു? 28% കേട്ടോ. 600 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. അടുത്തത് 2025 ഫെബ്രുവരി 2 നാവിഗേഷൻ ഉപഗ്രഹമായ മിഷിബിക്കി 6 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഈ മിഷിബിക്കി 6 എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ ജപ്പാൻ. മിഷിബിക്കി. പൊതുജനങ്ങൾക്ക് എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരിടത്ത് നൽകുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത പുതിയ ആപ്പാണ് സ്വറെയിൽ. പൊതുജനങ്ങൾക്ക് എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരിടത്ത് നൽകാൻ വേണ്ടിയുള്ള ആപ്പാണ് സ്വറെയിൽ. അടുത്തിടെ ന്യൂസിലാൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനഗി മൗങ്ക കേട്ടോ. ന്യൂസിലാൻഡ് പാർലമെന്റ് ആണ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതം കേട്ടോ. താരനഗി മൗങ്ക. 2025 കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകനാരാണ്? ചെറുവയൽ രാമനാട്ട. വയലിലല്ലേ നമ്മൾ നെല്ല് കൃഷി ചെയ്യുക. ചെറുവയൽ രാമൻ. 2025 Under-19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് നവീൻ ചൗള. ഇലക്ഷൻ കമ്മീഷണർ, മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. സഹകരണം ഗുജറാത്ത്.
2024 ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കുടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നായ്ക്കൾ കാണാം. ഞാനൊക്കെ തിരുവനന്തപുരത്ത് യാത്ര ചെയ്യണ സമയത്ത് റോഡിലൊക്കെ നായ്ക്കൾ ചത്ത് കിടക്കണ്ടായിരുന്നു. എന്നിട്ട് ആരും നോക്കണില്ല, കാരണം അവിടെ അത്രയും നായ്ക്കളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമി ഇഷ്ടം പോലെ നായ്ക്കളാണ്. ഒരു ഭാഗത്ത് തന്നെ ഒരു 5-6 നായ്ക്കളുണ്ട്. ഈ നായ്ക്കളുടെ ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ആ ഭാഗത്താണ്. 2024 കേരളത്തിലെ ഏത് നഗരത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത്? എറണാകുളം നഗരത്തിലാണ് കേട്ടോ. സൈബർ ഏറ്റവും മെട്രോ സിറ്റിയിലല്ലേ സൈബർ എല്ലാം സംഭവങ്ങളും നടക്കുന്നത് എറണാകുളത്താണ്. അതായത് സൈബർ കുറ്റകൃത്യങ്ങൾ ഭയങ്കര എല്ലാം അവിടെ പേരും വൈഫൈ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, എറണാകുളത്തിൻ്റെ എവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ വൈഫൈ ഇല്ലാത്തുള്ളൂ അല്ലേ, ഫ്രീ വൈഫൈ. ഏകദേശം ഭാഗത്തൊക്കെ കൂടുതൽ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെയൊക്കെ പോയി വൈഫൈ ഉപയോഗിക്കാം. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എവിടെയായിരിക്കും? എറണാകുളം നഗരം. ഇന്ത്യയിലെ പ്രതിരോധ സേനകളുമായി ഇന്ത്യൻ നാവികസേന നടത്തുന്ന ഏറ്റവും വലിയ ദ്വിവത്സര സമുദ്രാഭ്യാസം ഏതാണ്? ട്രോപെക്സ് 2025 ആണ് കേട്ടോ. ട്രോപെക്സ് അതായത് സമുദ്രാഭ്യാസമാണ് കേട്ടോ. ദ്വിവത്സര സമുദ്രാഭ്യാസമാണ് കേട്ടോ. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സൈനികാഭ്യാസത്തിന് പറയുന്ന പേരാണ് എക്വറിൻ. ഇന്ത്യൻ മാലദ്വീപുമാണ് എക്വറിൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രത്തിന് അംഗീകാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? വെള്ളക്കടുവ മധ്യപ്രദേശ് ആണ് കേട്ടോ. വെള്ളക്കടുവ, വെള്ളം, മദ്യം ഒരു വെള്ളമല്ലേ, ആലോചിച്ചോളൂ. അതുപോലെ വെള്ളം, മദ്യത്തിൽ വെള്ളം മിക്സ് ആക്കിയില്ല, അപ്പോൾ വെള്ളക്കടുവ മധ്യപ്രദേശ്. തുടർച്ചയായി 30 T20 മത്സരങ്ങൾ ജയിക്കുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായി ചരിത്രം രചിച്ചതാരാണ്? ശിവം ദുബെ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ AI സർവകലാശാല സ്ഥാപിതമാകുന്നത് മഹാരാഷ്ട്രയാണ്. അടുത്തിടെ 600 മൈലിലധികം ദൂരപരിധിയിലുള്ള ആന്റി വാർഷിപ്പ് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇറാനാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താണ്? ഇറാനിലല്ലേ. ഇറാൻ 600 മൈലാണ് കേട്ടോ. 600 ഇറാൻ. കുട്ടികളുടെ ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI ഉപകരണങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്ന ആദ്യ രാജ്യം UK ആണ് കേട്ടോ. UK ആണ് AI കുട്ടികൾക്കെതിരെ AI ഉപയോഗിച്ചിട്ട് വരുന്ന അതിന്റെ ദുരുപയോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. കൊൽക്കത്തയിലെ ഈസ്റ്റേൺ ആർമി കമാൻഡിന്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്തയിൽ ഫോർട്ട് വില്യന് വിജയ് ദുർഗാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആസ്ഥാനമായിട്ടുള്ള ഫോർട്ട് വില്യൻ ഇപ്പൊ ഏത് പേരിലാണ് നാമകരണം ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് ദുർഗാണ് കേട്ടോ. വിജയ് ദുർഗ് കൊൽക്കത്തയാണ് കേട്ടോ. സുന്ദർ നഴ്സറി, ഹ്യൂമയൂണിന്റെ ശവകുടീരം തുടങ്ങിയ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുടെ പുനരുജ്ജീവനത്തിന് പിന്നിൽ ആരായിരുന്നു? ആഗാ ഖാൻ 4-മനാണ് കേട്ടോ. സുന്ദർ നഴ്സറിയും ഹുമയൂണിന്റെ ശവകുടീരം അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുടെ പുനരുജ്ജീവനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആഗാ ഖാൻ 4-മനാണ്. ബെൽജിയത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ബാർട്ട് ഡി വെബർ. ബെൽജിയം. ഈ ബെൽറ്റൊക്കെ എന്താ പറയാ, ബെൽറ്റ് അങ്ങനെ ആലോചിച്ച ബെൽജിയം ബെൽറ്റ്. ബാർട്ട്. മിസസ് വേൾഡ് 2025 കിരീടം നേടിയ ആദ്യത്തെ കറുത്ത വർഗക്കാരിയായി ആഫ്രിക്കയിൽ നിന്ന് ആരാണ് ചരിത്രം സൃഷ്ടിച്ചത്? ഷെഗോ ഗെയ്ലോ കേട്ടോ. 2025 കറുത്ത വർഗക്കാരിയായിട്ട് മിസസ് വേൾഡ് ഷെഗോ ഗെയ്ലോ. ഷെഗോ ഗെയ്ല്. ഫെബ്രുവരി 4 കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അല്ലെ, റെയിൽവേ വകുപ്പ് മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്, പറഞ്ഞതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാതാവായി ഇന്ത്യ ഏത് സ്ഥാനത്തേക്ക് ഉയർന്നു? 2-ാം സ്ഥാനം കേട്ടോ. മൊബൈൽ നിർമ്മാതാവായിട്ട് 2-ാം സ്ഥാനമാണ്. 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷിയാണ് നെൽപ്പൊട്ടൻ. നമ്മുടെ എവിടെ നിന്നാണ്? മതികെട്ടാൻ ചോലയാണ് കേട്ടോ. ചോല നമ്മൾ ഈ കെട്ടുന്നതൊക്കെ നെല്ലിനെയല്ലേ, ആലോചിച്ച് വെച്ചാൽ മതി. നെൽപ്പൊട്ടൻ മതികെട്ടാൻ ചോല. പൊട്ടന്മാരെയൊക്കെ കെട്ടുപോകില്ലേ, അപ്പം മതികെട്ടാൻ ചോല. അടുത്തിടെ ഓപ്പൺ AI പുറത്തിറക്കിയ AI ടൂള് സ്വീപ്പ് റിസർച്ച് ആണ് കേട്ടോ. ഡീപ്പ് റിസർച്ച്. അടുത്തിടെ ഓപ്പൺ AI പുറത്തിറക്കിയ AI ടൂളാണ് ഡീപ്പ് റിസർച്ച്. ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു PDF ആണ്, അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കച്ചിലാണ്. അടുത്തിടെ ജൈവ വൈവിധ്യ പ്രത്യേക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട
ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കച്ചിലാണ് കേട്ടോ. കച്ചില്. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത ഹർഷിത ജയറാമാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിതയാണ് ഹർഷിത ജയറാം കേട്ടോ. നീന്തലാണ് ഹർഷിത ജയറാം, ശ്രദ്ധിച്ചോളൂ. ഏത് സ്ഥാപനമാണ് അവരുടെ ഘടനാ വിശകലന സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും പുതിയ പതിപ്പായ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് 2025 അവതരിപ്പിച്ചത്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. 2025-26 കേരള സംസ്ഥാന ബജറ്റ് 2025 ഫെബ്രുവരി 7 ആരാണ് അവതരിപ്പിച്ചത്? KN ബാലഗോപാലാണ് കേട്ടോ. ബജറ്റ് അവതരിപ്പിച്ചത് ബാലഗോപാലാണ്. ആലപ്പുഴ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ R ഹെരി സ്മാരക കർഷക ശ്രേഷ്ഠ അവാർഡിന് ആരെയാണ് തെരഞ്ഞെടുത്തത്? ജോസഫ് കോരയാണ് കേട്ടോ. അതായത് അഗ്രികൾച്ചർ അല്ലേ, അപ്പൊ കേര നമ്മൾ അങ്ങനെ ആലോചിക്കും. കേര പറയുമ്പോ അഗ്രികൾച്ചറുമായി അപ്പൊ കോര കേട്ടാ. 2025 ഫെബ്രുവരി 4 UN ഉന്നത മനുഷ്യാവകാശ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതിനായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഏത് വർഷത്തിലാണ് ഇന്ത്യ ചന്ദ്രയാൻ 4 ദൗത്യം ആരംഭിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. 2027 കേട്ടോ. ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന ദൗത്യം 2027, അതായത് ഇനി 2 വർഷം കഴിഞ്ഞിട്ടില്ലേ. അതായത് ഇനി വരാൻ പോകുന്ന 2ാമത്തെ വർഷത്തിലാണ് 2027. 2025 ഫെബ്രുവരി 6 വരെ 2009 മുതൽ എത്ര അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തി? ആകെ 15,756 പേരെ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയാണ് പുഷ്പലത. സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത രക്തബാങ്കാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. കേരള ഹെൽത്ത് സിസ്റ്റം ആരോഗ്യമല്ലേ, അപ്പൊ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ഉയർത്താൻ വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ്. ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനും കരട് ബില്ല് തയ്യാറാക്കുന്നതിനുമായി 2025 ഫെബ്രുവരിയിൽ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ സിവിൽ കോഡിന്റെ ഗുജറാത്താണ് കേട്ടോ കമ്മിറ്റി രൂപീകരിച്ചത്. 2025-26 കേരള ബജറ്റിൽ സർക്കാർ 50% നികുതി വർദ്ധിപ്പിച്ച മേഖലകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂനികുതി, 15 വർഷത്തിൽ കൂടുതലുള്ള പഴയ വാഹനങ്ങള്. ഇനി അടുത്തത് 2025 ഫെബ്രുവരി 7 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് എന്താണ്? ഇതാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഫെബ്രുവരിയിൽ 6.25 എന്നാൽ ജൂൺ പ്രകാരം അത് എത്രയായി? 5.5 ആണ് കേട്ടോ. ജൂൺ പ്രകാരം 5.5 ആണ്. ഫെബ്രുവരിയിൽ 6.25 ആണ്. എന്നാൽ ഇനി ഇപ്പോ 5.5 ആണ് കേട്ടോ. ഞാൻ അതും കൂടി പറയുന്നുണ്ട്. കേന്ദ്ര നവ പുനരുപയോഗ ഊർജ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അഭിപ്രായത്തിൽ, അപ്പോ നവ പുനരുപയോഗ ഊർജ വകുപ്പ് മന്ത്രി എന്താണ്? പ്രഹ്ലാദം നമ്മൾ ഊർജമായിരിക്കുമ്പോഴല്ലേ ആഹ്ലാദിക്കുക, അങ്ങനെ പഠിച്ചോളൂ കേട്ടാ. ഇന്ത്യയുടെ നിലവിലെ സൗരോർജ്ജം ഉൽപാദനം എത്രയാണ്? 100 ജിഗാവാട്ട് സൗരോർജ്ജമാണ് കേട്ടോ. അടുത്തിടെ ഫ്രാൻസ് ഉക്രൈനു ഏത് വിമാനമാണ് എത്തിച്ചത്? മിറാഷ് 2000. ഫ്രാൻസ് ഉക്രൈന് കൊടുത്ത എന്താണ്? മിറാഷ് 2000. മിറാഷ് ആരിന്റെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് ആണ്, ഉക്രൈനാണ് കൊടുത്തത് കേട്ടോ. റഷ്യയുടെ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷൻ റോസ് കോസ്മോസിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ദിമിത്രി ബക്കനോവിനെയാണ് കേട്ടോ. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസ് എന്നറിയപ്പെടുന്ന 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് 2025 ഫെബ്രുവരി 7 മുതൽ 14 വരെ ഏത് രാജ്യത്താണ് ആരംഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ് കേട്ടോ. ഏഷ്യൻ വിന്റർ ഗെയിംസ് ആണ്, ഫെബ്രുവരിയിലാണ്, ചൈനയിലാണ്. 9ാമതാണ് കേട്ടോ. ലംഘനങ്ങൾക്ക് ഫിഫ അടുത്തിടെ ഏത് 2 രാജ്യങ്ങളുടെ ഫുട്ബോൾ അസോസിയേഷനുകളെ സസ്പെൻഡ് ചെയ്തു? പാകിസ്ഥാനും കോങ്കോയും കേട്ടോ. ഫുട്ബോൾ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്ത് ഏതാണ്? പാക്കും കോങ്കോയും. 2025 ഇന്ത്യ സന്ദർശിക്കുന്ന ഓപ്പൺ AI CEO ആരാണ്? സാം ആൾട്ട്മാൻ ആണ് കേട്ടോ.
2025 ഇന്ത്യ സന്ദർശിക്കുന്ന ഓപ്പൺ AI ആണ്, CEO ആണ് സാം ആൾട്ട്മാൻ. ഇന്ത്യയിലെ ആദ്യ ഫെറൈറ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്ന എവിടെയാണ്? ഫരീദാബാദ് ആണ് കേട്ടോ. ഫെറൈറ്റ് ഫരീദാബാദ്. 2025 മിസ്സിസ് വേൾഡ് കിരീടം നേടിയത് ഷെഗോ ഗെയില്, നമ്മൾ പറഞ്ഞല്ലോ, കറുത്ത വർഗക്കാരിയാണ്. നോക്കിയോളൂ, സസ്സെക്സ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ വ്യവസായിയാണ് നോയൽ ഡാറ്റ. നമ്മുടെ ഡാറ്റ വ്യവസായി പറയുമ്പോൾ ഡാറ്റയല്ലേ. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്നത് ജോഹാനസ്ബർഗിലാണ് കേട്ടോ. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ജോഹാനസ്ബർഗ്. 2025 ഫെബ്രുവരിയിൽ വിരമിച്ച റൊമാനിയൻ ടെന്നീസ് താരം സിമോണ ഹാലെപ്പ്. അടുത്തിടെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം വൃദ്ധിമാൻ സാഹ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ജർമ്മൻ പ്രസിഡന്റ് ആരാണ്? ഹോൾസ്റ്റ് കോഹ്ലർ. മലയാള സിനിമയിൽ ആദ്യമായി ഓഡിയോ ട്രെയിലർ പുറത്തിറക്കിയ സിനിമ ബടക്കനാണ് കേട്ടോ. ഓഡിയോ ട്രെയിലറാണ് ബടക്കനാണ് കേട്ടോ മലയാള സിനിമയിലെ. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമായ ഫോർട്ട് വില്യമിന്റെ പുതിയ പേര് പറഞ്ഞു വിജയ് ദുർഗ്. 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. വെരി ഗുഡ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഭക്ഷ്യസുരക്ഷ ഫിലിപ്പീൻസ്. ഭക്ഷ്യസുരക്ഷ അടിയന്തരാവസ്ഥയാണ് കേട്ടോ. അടുത്തിടെ ഇന്ത്യക്കാർക്ക് വിസരഹിത ഗ്രൂപ്പ് യാത്ര അനുവദിക്കുന്ന രാജ്യം റഷ്യ. വിസയില്ലാതെ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ കേട്ടോ. റഷ്യ ഗ്രൂപ്പ്. നമ്മൾ റഷ്യയുമായിട്ട് പലതും കടമെടുത്തുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. താങ്ക് യു.